ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മഷ്റൂം ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു മഷ്റൂം ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു മഷ്റൂം ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബട്ടൺ മഷ്റൂം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മഷ്റൂമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മഞ്ഞളിട്ട വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ മഷ്റൂമിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മഷ്റൂം ഫ്രൈയിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയുള്ളി. അപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ചെറിയുള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മഷ്റൂം പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മഷ്റൂമിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഇളക്കിയപ്പോൾ തന്നെ മഷ്റൂമിലുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് ഈ ഒരു മഷ്റൂം നമുക്ക് കിട്ടും. നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ തുറന്ന് വെച്ച് ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ടില്ലേ, മഷ്റൂമിലുള്ള വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇതിപ്പം മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും കൂടാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് അധികം മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മഷ്റൂം ഫ്രൈ ആണിത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.